നമ്മുടെ ട്രംപ് അണ്ണന് ദിവസം ഇറാനെതിരെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥയാണ് തോന്നുന്നു. ഇപ്പോൾ യുദ്ധം അവസാനം ചില സമാധാനത്തിലേക്ക് പോകുമെന്ന് കരുതുന്ന സമയത്താണ് ട്രംപ് ഇറാനെതിരെ ഓരോ വിമർശനങ്ങളും എല്ലാം കൊണ്ടുവരുന്നത്. ഹോർമൂസ് കടലിൽക്കെല്ലാം തുറന്ന് എല്ലാം ഗതാഗതമെല്ലാം വളരെ സുതാര്യമായി എല്ലാം പഴയ രീതിയിൽ ആയിക്കൊണ്ട് വരുമ്പോൾ ഇറാനെതിരെ ശക്തമായ ഒരു രൂക്ഷ വിമർശനവുമായി ഒരു കർശന താക്കീതുമായി ട്രംപ് വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് താക്കീത്. കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ നിങ്ങൾക്ക് മടങ്ങിച്ചെല്ലാൻ ഒരു രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നാണ് ട്രംപ് ശക്തമായി അറിയിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും സ്വിറ്റ്സർലൻഡിൽ സമാധാന ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ വിവാദ പ്രസ്താവന. ഖത്തറിന്റെയും പാകിസ്ഥാനിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ആദ്യഘട്ട ചർച്ചകൾ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കെ ഡി വാൻസും ഇറാൻ പ്രതിനിധി മുഹമ്മദ് ബക്കർ ഗാലിബാഹുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം സുഗമമാക്കുന്നതിനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയൊരു ആശയവിനിമയ സംവിധാനം രൂപീകരിക്കാൻ യോഗത്തിൽ ധാരണയായി. ലെബനോനിൽ ഇസ്രായേൽ നടന്ന ആക്രമണത്തിന് മറുപടിയായി ഹോർമൂസ് കടലിൽ അടച്ചിടുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് ട്രംപിനെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ലെബനോനിൽ ഹിസ്ബുൾ നടത്തിയ ആക്രമണങ്ങൾ ഇറാൻ ഇടപെട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നൽകിയതിനേക്കാൾ വലിയ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ പ്രസ്താവനകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാനും രംഗത്തെത്തി. അമേരിക്കൻ ഭീഷണികളെ നേരിടാൻ തങ്ങളുടെ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ പ്രതിനിധി മുഹമ്മദ് ബക്കർ ഗലീബാദ് തിരിച്ചടിച്ചു. വാക്കുവാദങ്ങൾക്കപ്പുറം തങ്ങൾ പ്രവൃത്തിയിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.